ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്ന എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല പഞ്ഞി പോലുള്ളൊരു പാലപ്പത്തിൻ്റെ റെസിപ്പിയാണ്. അരമണിക്കൂറിൽ തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഈ പാലപ്പത്തിന് നമ്മൾ തേങ്ങയോ ചോറോ അതുപോലെ തന്നെ അരി അരക്കുകയോ ഒന്നും ചെയ്യേണ്ട. നല്ല സോഫ്റ്റായിട്ടുള്ള പാലപ്പം കിട്ടാനായിട്ട് ഞാനിതിലേക്കൊരു സീക്രട്ടായിട്ടുള്ള ചേരുവ ചേർക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറി ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മൾ ഈ പാലപ്പം ഉണ്ടാക്കുന്നത് അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ. ഞാൻ 1.5 കപ്പ് അരിപ്പൊടി ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കട്ടകളൊന്നും ഇല്ലാതെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഇളക്കി ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കാം. ഒന്നിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാതെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ കട്ടകളൊന്നും ഇല്ലാതെ ഞാനിത് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് സൈഡിലേക്ക് മാറ്റി വെക്കാം. ഇനി ഞാൻ വേറൊരു പാത്രത്തിലേക്ക് ഒരു 1/4 കപ്പ് അരിപ്പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ നേരത്തെ അരിപ്പൊടി എടുത്ത അതേ കപ്പിന് തന്നെയാണ് 1/4 കപ്പ് അരിപ്പൊടി എടുത്തേക്കുന്നതും. അതും നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് എടുക്കണം. നമ്മുടെ ആ ദോശമാവിൻ്റെയൊക്കെ പരുവത്തിൽ വേണം നമ്മളിത് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. കുറച്ചുകൂടി ലൂസായാലും കുഴപ്പമില്ല കേട്ടോ. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് കുറുക്കിയെടുക്കണം. ഞാനിത് അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ കൈ വിടാതെ തന്നെ നന്നായിട്ട് എല്ലാ സൈഡും നല്ലതുപോലെ ഇളക്കി ചേർക്കണം. നമ്മളുടെ ഈ സ്പൂണ് ചെല്ലാത്ത സ്ഥലങ്ങളിലൊക്കെ മാവ് അടുക്കി പിടിക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അതുകൊണ്ട് അത് ശ്രദ്ധിച്ച് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി ചേർത്തെടുക്കണം. 1-2 മിനിറ്റിനകത്ത് തന്നെ പെട്ടെന്ന് തന്നെ നന്നായിട്ട് കുറുകി കിട്ടും. അതേപോലെ നമ്മൾ തീ കൂട്ടിയൊന്നും ഇടരുത് കേട്ടോ. ഇതാ കണ്ടില്ലേ, ഈ ഒരു രീതിയിൽ ഇപ്പോൾ കുറുകി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി ഒന്ന് നമുക്ക് കുറുക്കിയെടുക്കണം. ഇത്രയും മതി. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. ഇനി ഞാനൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. നമ്മൾ നേരത്തെ കലക്കി വെച്ച മാവും അതേപോലെ തന്നെ നമ്മൾ ഇപ്പം കുറുക്കിയെടുത്ത മാവും കൂടി നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. അത് നമ്മൾ ചൂടാറാനായിട്ടൊന്നും മാറ്റി വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ആ കുറുക്കിയെടുത്ത അതേ ചൂടോടുകൂടി തന്നെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടിയും കുറച്ചൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഈസ്റ്റാണ്. ഞാൻ ഇൻസ്റ്റൻറ്റ് ഈസ്റ്റാണ് എടുത്തേക്കുന്നത്. 1/2 ടീസ്പൂണിലും താഴെയാണ് ഞാൻ ഈസ്റ്റ് എടുത്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള നല്ല പുതിയതായിട്ടുള്ള ഈസ്റ്റ് വേണം എടുക്കാൻ. പഴയ ഈസ്റ്റൊക്കെ എടുത്താൽ ഇത് പൊങ്ങി വരാൻ ഒരുപാട് താമസമാവും. സാധാരണ ഈസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കുറച്ച് ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് കുറച്ച് പഞ്ചസാരയും കൂടി ചേർത്തൊരു 10 മിനിറ്റ് വെക്കുക. അതിനുശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. ഇനി നമ്മളുടെ ഈ പാലപ്പം നല്ല സോഫ്റ്റായിട്ട് കിട്ടാൻ വേണ്ടി നമ്മളിതിലേക്ക് ഒരു സീക്രട്ട് ചേരുവയാണ് ചേർക്കുന്നത്. വേറൊന്നുമല്ല, നമ്മുടെ വെളിച്ചെണ്ണയാണ് കേട്ടോ. 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ഈ പാലപ്പത്തിന് നല്ല ഒരു ടേസ്റ്റാണ്. അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് കിട്ടുകയും ചെയ്യും. ഇനി ഇതിലേക്കൊരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഈ പാലപ്പത്തിന് മധുരം അല്പം മുന്നിട്ട് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഉപ്പ് വളരെ കുറച്ചാണ് ഞാൻ ചേർത്ത് കൊടുത്തേക്കുന്നത്. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ നമുക്കൊന്ന് അരച്ചെടുക്കണം. അരയ്ക്കുന്ന സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളവും കൂടി ചേർത്ത് അരയ്ക്കാവുന്നതാണ്. നമ്മൾ ചേർക്കുന്ന വെള്ളം എന്ന് പറയുന്നത് ഇളം ചൂടുള്ള വെള്ളം ചേർത്ത് വേണം നമ്മൾ അരച്ചെടുക്കാൻ. നല്ല ചൂടും ആകരുത്, അതുപോലെ നല്ല തണുപ്പും ആകരുത്. ചെറിയൊരു ചൂട്, നമ്മൾ കൈ തൊട്ട് നോക്കിയാൽ ഒരു ചെറിയ ഒരു ചൂട് അനുഭവപ്പെടണം. അതുപോലെ ഇളം ചൂടുള്ള വെള്ളം വേണം നമ്മൾ ചേർത്ത് അരച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാ കണ്ടില്ലേ, നമ്മുടെ മാവെല്ലാം നല്ല രീതിയിൽ തന്നെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. കൈ ഉപയോഗിച്ചോ അല്ലെങ്കിൽ ഒരു സ്പൂൺ കൊണ്ടോ ഇതുപോലൊരു വിസ്ക് കൊണ്ടോ നല്ല രീതിയിൽ തന്നെ 1-2 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതിനകത്തിൽ എയർ ഹോൾസ് ഒക്കെ ഉണ്ടാകുകയും പെട്ടെന്ന് തന്നെ ഇത് പൊങ്ങി വരികയും ചെയ്യും. നമ്മളിതിനകത്ത് തണുത്തതായിട്ടുള്ള ഒരു സാധനവും ചേർക്കരുത്. ഈസ്റ്റൊക്കെ ഫ്രിഡ്ജിലിരിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ തന്നെ എടുത്ത് വെളിയിൽ വെക്കണം. എന്നിട്ട് വേണം നമ്മൾ ചേർത്ത് കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് അരമണിക്കൂർ നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കാം. അരമണിക്കൂർ കൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇത് പൊങ്ങി വരുന്നതായിരിക്കും. ആ നേരത്തിന് തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ളൊരു മുട്ടക്കറി തയ്യാറാക്കാം. മുട്ടക്കറി തയ്യാറാക്കാനായിട്ട് ഞാനൊരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പം ഇനി അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് കൊടുക്കുക. 1 ടീസ്പൂണോളം കടുക് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദാണ്ട കടുകൊക്കെ നന്നായിട്ടൊന്ന് പൊട്ടി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് കട്ട് ചെയ്തതും
കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഞാനിതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി ചേർത്ത് നല്ലതുപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ചെറിയ രീതിയിൽ ഇതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ചൊന്ന് കുക്ക് ചെയ്യാം. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ ഈ സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നിട്ടുണ്ട്, വെള്ളമൊക്കെ ഇറങ്ങി നല്ല രീതിയിൽ കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് തുറന്ന് വെച്ച് കൊടുത്തുകൊണ്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിലും ഒക്കെ മാറി മാറി വെച്ച് കൊടുത്തുകൊണ്ട് നല്ല രീതിയിൽ തന്നെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പം നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് അത്യാവശ്യം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മുളക് പൊടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കൂടെ തന്നെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി. ഇനി നമ്മൾ ചേർക്കുന്നത് 1/2 ടീസ്പൂൺ ചിക്കൻ മസാലയാണ്. വളരെ കുറഞ്ഞ ചേരുവകൾ കൊണ്ട് സിമ്പിളായിട്ട് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാണത്. ഇനി ഇതെല്ലാം കൂടെ ചേർത്ത് നമ്മുടെ ഈ പൊടികളുടെ പച്ചമണം മാറുന്ന രീതി നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുക്കുക. ഇപ്പോൾ പൊടികളൊക്കെ നല്ലതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ആ സമയം ഞാനിതിലേക്ക് ചെറിയൊരു തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. തക്കാളിയും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്തിട്ട് 1 മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ ഈ സവാളയും തക്കാളിയൊക്കെ നല്ലതുപോലെ ഒന്നുകൂടി ഒന്ന് വെന്ത് കിട്ടും. ഇപ്പോൾ ഇതാ കണ്ടില്ലേ, നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഞാനിതിലേക്ക് ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല, കുറച്ച് തിക്കായിട്ടാണ് ഞാൻ ഈ മുട്ടക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മുടെ കറിയൊക്കെ നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളിവിടെ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അതും കൂടി ചേർത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി ചേർത്ത് കൊടുത്ത ശേഷം 1 മിനിറ്റ് കൂടി നമുക്കൊന്ന് അടച്ചു വെച്ച് കുക്ക് ചെയ്യാം. കണ്ടില്ലേ, നല്ല രീതിയിൽ നല്ല കുറുകി നല്ല ടേസ്റ്റി ആയിട്ടുള്ള മുട്ടക്കറിയാണ് നമ്മൾ തയ്യാറാക്കിയേക്കുന്നത്. ഇത്രയേ ഉള്ളൂ, വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന അപ്പത്തിനും അതേപോലെ തന്നെ ചപ്പാത്തിക്കൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ളൊരു മുട്ടക്കറിയാണിത്. ഇത് നമുക്ക് ചോറിനൊപ്പവും കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വെക്കാം. നമുക്ക് നമ്മുടെ മാവ് എന്തായെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുകയും ചൂടോടുകൂടി തന്നെ കഴിക്കുകയും ചെയ്യാം. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ മാവ് പാത്രത്തിൻ്റെ ഒരു 1/4 ഭാഗത്തോളം എത്തിയിട്ടുണ്ട്. കുറച്ച് നേരം കൂടി വെച്ച് കൊടുത്താൽ ഇത് പാത്രത്തിന് വെളിയിലേക്ക് പോകും. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് നമുക്ക് കിട്ടിയേക്കുന്നത്. നമ്മളിതിനകത്ത് തേങ്ങയോ ചോറോ അങ്ങനെയുള്ള ഒരു കാര്യങ്ങളും നമ്മൾ ചേർത്തിട്ടില്ല. കണ്ടില്ലേ, നല്ല രീതിയിൽ പതഞ്ഞ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെറിയ രീതിയിലൊന്ന് ഇളക്കി ചേർത്ത് കൊടുത്തിട്ട് നമുക്കിത് അപ്പം ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അപ്പച്ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് ഞാൻ 1.5 തവി മാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതേ രീതിയിലൊന്ന് ചുറ്റിച്ചു കൊടുക്കണം. ആ ചുറ്റിച്ചു കൊടുക്കുന്ന ആ സമയത്ത് തന്നെ എത്ര ബബിൾസാണ് വന്നേക്കുന്നത്, നല്ല സോപ്പ് പത പോലെ നല്ല പതഞ്ഞ് നല്ല നെറ്റ് പോലെയാണ് വന്നേക്കുന്നത്. അത്രയ്ക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പാലപ്പമാണ് നമ്മൾ തയ്യാറാക്കിയേക്കുന്നത്. ഇതുപോലെ ഇത് ബബിൾസ് വന്ന് കഴിയുമ്പോൾ തന്നെ നമ്മളിത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെച്ച് കൊടുക്കാം. ഇപ്പോൾ ഇതാ കണ്ടല്ലേ, സൈഡൊക്കെ നല്ലതുപോലെ മുരിഞ്ഞ് നല്ല രീതിയിൽ തന്നെ നമ്മുടെ പാലപ്പം കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ തലേദിവസം അരിയൊന്നും കുതിർത്ത് വെച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഇതുപോലെ അരിപ്പൊടി ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. കുറച്ച് നേരവും കൂടി വെച്ച് കൊടുത്താൽ കുറച്ചുകൂടി ഇതിൻ്റെ സൈഡൊക്കെ നല്ല രീതിയിൽ തന്നെ മുരിഞ്ഞ് കിട്ടും കേട്ടോ. അപ്പോൾ അതാണ് ഞാൻ ഒരെണ്ണം ഇവിടെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരെണ്ണം കൂടി ഒന്ന് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് എണ്ണയൊന്നും തടവി കൊടുക്കുന്നില്ല. നമ്മുടെ സാധാരണ ചട്ടിയിലാണ് നമ്മളത് ചെയ്യുന്നുണ്ടെങ്കിൽ ഓരോ തവണയും മാവ് ഒഴിക്കുന്നതിന് മുമ്പായിട്ട് കുറച്ച് എണ്ണയൊന്ന് തടവി കൊടുക്കുക. അതിനുശേഷം ഒരു കോട്ടൺ തുണി വെച്ച് തുടച്ചതിന് ശേഷം മാത്രം നമ്മൾ ഇതുപോലെ മാവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഇതേ രീതിയിൽ തന്നെ നമുക്ക് ബാക്കിയുള്ള പാലപ്പവും കൂടി വളരെ പെട്ടെന്ന് തന്നെ ഒന്ന് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പറായിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നല്ല പഞ്ഞി പോലുള്ള പാലപ്പം ഞാനിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. എല്ലാവരും ഇതേപോലെ ഒന്ന് ചെയ്തു നോക്കണം കേട്ടോ. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. അത്രയ്ക്ക് സോഫ്റ്റും അതേപോലെ തന്നെ ടേസ്റ്റുമാണ് ഇതിന്. അപ്പോൾ ഞാൻ നമ്മുടെ മുട്ടക്കറിയും കൂടി ഇതിൻ്റെ സൈഡിലേക്ക് വിളമ്പുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് വളരെ പെട്ടെന്ന് തന്നെ കാണാം. അതുവരേക്കും ബൈ. താങ്ക് യു.